ഒന്ന്, നിങ്ങൾ കരുതുന്നത് പോലെ ടെമ്പോ ട്രാവലറിൽ വെച്ചല്ല പീഡിപ്പിച്ചത്. കാരണം ഒരുപാട് ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടെമ്പോ ട്രാവലറിൽ വെച്ചായിരുന്നു ഈ പീഡനം നടന്നത് എന്നുള്ളതാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ട്രാവലറിനുള്ളിൽ വെച്ചാണ് ഇത് നടത്തിയതെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. ഇതൊരാൾ പ്ലാൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ട്രാവലറിനുള്ളിൽ വെച്ചിട്ട് ഇതൊരു കാര്യം ചെയ്യുമ്പോൾ പുറത്താരും കാണില്ല. എന്നിട്ട് പെൺകുട്ടിയെ ഉപദ്രവിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു ഇതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൂത്രധാരൻ അതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് ഉണ്ടാതിരിക്കുമോ, പക്ഷെ നമുക്കത് വിശ്വസിക്കാം. നീയാണല്ലോ കോടതി, ഓടാമയിരെ. പക്ഷെ ഇവിടെ സംഭവിച്ചത് കാറിനുള്ളിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പൊ കാറിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അതായത് കാർ എന്ന് പറയുന്നത് ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? കാറിനുള്ളിലെ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പേസ് ആണ്. അത്തരം ഒരു ചെറിയ സ്പേസിനുള്ളിൽ വെട്ടം വളരെ കുറവാണ്. വെട്ടം വളരെ കുറഞ്ഞ ഇടുങ്ങിയ ഒരു സ്പേസിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഒരു റേപ്പ് ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയുടെ മാനം തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കും, അതും ദിലീപിനെ പോലെ ഒരാൾ കൊട്ടേഷൻ കൊടുക്കും എന്ന കാര്യം എത്രത്തോളം വസ്തുതാനിഷ്ഠമാണ്? ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ആഴ്ചയുടെ കാരണം ഞാൻ പൊളിക്കും. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.